അമ്മ എനിക്ക് നൂല് തന്നയച്ചിരിക്കോ കെട്ടാൻ വേണ്ടി. അത് കെട്ടിയോ വേഗം കല്യാണം നടക്കും. ഞാനിപ്പോ എവിടെയാ ഉള്ളേ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. കള്ളച്ചെറുക്ക, നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? ഇവിടെ എന്തേ നടക്കുന്നേ? നിന്റെ കാല് ഒടിഞ്ഞിരിക്കല്ലേ, അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ പോവാന്ന് വിചാരിച്ചത്. എന്ത്? ആശുപത്രിയിലേക്കോ? ഒരു പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്താൽ എല്ലാം ശരിയാവും. എന്താണ് ഇഞ്ചക്ഷനോ? എങ്ങോട്ടോ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണല്ലോ നിന്റെ എക്സ്പ്രഷൻ. വലിയ വർത്താനം കേട്ടാ നീ എന്തോ ഗുണ്ടയോ റൗഡിയോ എന്നൊക്കെയല്ലേ പറയാറ്. ഒരു ചെറിയ ഇഞ്ചക്ഷൻ അടിക്കാൻ പോലും ഈ ഗുണ്ടയ്ക്ക് ഇത്ര പേടിയാ? ഇവന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് ഡ്രാമ കളിച്ചപ്പോ ഇവൻ ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാ എനിക്ക് ഒന്നും പറ്റിയില്ലെന്ന് ഇവന് മനസ്സിലാകുമല്ലോ. അത് വലിയ പ്രശ്നമാകുമല്ലോ. ഇനി അടുത്ത ഡയലോഗ് എന്ത് പറയുന്ന ആലോചിക്കായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ലോകത്തുള്ള ബാക്കി എല്ലാവരെയും രക്ഷിക്കാൻ നീ പിടിക്കുക. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നതിൽ മാത്രം വലിയ വീക്കാണ് അമൂല്യ. ഒരു രക്ഷയുമില്ല. ലോകത്തിന്റെ അത്ഭുതങ്ങൾക്കൊക്കെ എന്തെങ്കിലും വീക്ക്നെസ് കാണുന്ന പറയാറ്. എനിക്കും അങ്ങനെയാ. ഇതൊരു വീക്ക്നെസ്സാ. പൊട്ടത്തരം പറച്ചിലിന് ഒരു കുറവുമില്ല അല്ലെ? നീ നിന്റെ കാര്യം ആദ്യം നോക്കാൻ പഠിക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ. മനസ്സിലായോ? ഇനിയും കൂടുതൽ ഡയലോഗ് അടിച്ചാലേ ഞാൻ നിന്നെ കോർന്ന് ചവിട്ടി പുറത്താക്കും. എന്തൊരു കഷ്ടം. ഞാൻ ശരിക്കും പെട്ടു. ഭാഗ്യം ഞാൻ ഡ്രാമ കളിക്കുകയാണെന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ ആർക്കും മനസ്സിലായില്ല. ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ടാബ്ലറ്റ്സും തന്നു വിട്ടു. ഇനി ആ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാതിരുന്നാ മതിയല്ലോ. നല്ല കാര്യം, രക്ഷപ്പെട്ടു. ഞാനെന്ന് വെച്ചാ ഇവന് എത്ര ഇഷ്ടമാണല്ലേ. ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും? ചിലപ്പോഴൊക്കെ ഞാൻ ഇവനെ നോക്കുന്ന പോലെ ഇവൻ എന്നെ നോക്കുന്നതായിട്ട് തോന്നും. അല്ലായിരുന്നെങ്കിൽ അന്ന് കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഇവൻ എങ്ങനെയാ പറഞ്ഞേ? ചിലപ്പോഴൊക്കെ ഇവൻ കാണിക്കുന്നത് കാണുമ്പോ ഇവൻ എന്തോ ഒരു ഫീലിങ്സ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? നിനക്ക് പേടിയാവോണ്ട ഇഞ്ചക്ഷൻ എടുക്കാഞ്ഞത്. പിന്നെ രാത്രിയിലെ ടാബ്ലറ്റ്സ് കഴിക്കാനും മറക്കണ്ട. ഇനിയിപ്പോ നീ അങ്ങോട്ടേക്കൊന്നും വരണ്ട. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരാം.
ബാസ്, ഓ മൈ ഗോഡ്സില്ല, വെറും ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ഇപ്പൊ ഇതെങ്ങാനും ബോസിന്റെ തലയിലോട്ട് കെട്ടിവെച്ചാ പിന്നെ എന്ത് ചെയ്യും? ബാസ്, ഹലോ, എക്സ്ക്യൂസ് മീ, എന്റെ ബോസിനെ എങ്ങാനും കണ്ടോ? ആരാന്നോ? എടോ, ഇവിടെ ഒരാള് ഹീറോയെ പോലെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അവര്. ഇല്ല, കണ്ടില്ല. നല്ല സെക്യൂരിറ്റി. The subscriber you are calling is switched off. ബാസ്, സാർ, നമ്മുടെ വേദാന്ത് സാറിനെ എങ്ങാനും കണ്ടോ? ഇല്ല. ഓ, എവിടെ പോയി ഇദ്ദേഹം? ഇനി ആരും തട്ടിക്കൊണ്ടു പോകാതിരുന്നാ മതിയായിരുന്നു. തട്ടിക്കൊണ്ടുപോയോ? എന്തു പറ്റി? വേദാന്ത് സാറ് അപകടത്തിലാണ് സാറേ. അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഉപദ്രവിക്കാനായിട്ട് ഒരു ഗ്യാങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈയിടെയും കൂടെ കിഡ്നാപ്പ് ചെയ്തതല്ലേ ഉള്ളൂ. ഇനി അങ്ങനെ എങ്ങാനും ഉണ്ടായാ ബോസിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അവരെവിടെ ഉണ്ടെങ്കിലും സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. സെക്യൂരിറ്റി, സർ, എല്ലാം ക്ലിയർ ആയതിനു ശേഷവും എന്തുകൊണ്ടോ ഒന്ന് സംസാരിക്കാതെ നിൽക്കുന്നേ? അത് ഓ ജയൻ, ഇപ്പൊ എന്തിനാ വിളിക്കുന്നേ? ഹലോ ഹലോ, സർ, ജെ സാർ എന്നെ ഫോൺ വിളിക്കുക. എടുക്ക്. ഹലോ, ആര്യ സാർ നിങ്ങളുടെ അടുത്തുണ്ടോ? അതെ സർ, ഇവിടെ എന്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വെന്നിയിലേക്ക് വരൂ, വേഗം വേണം. ഇപ്പൊ സംസാരിച്ചോണ്ട് നിൽക്കേണ്ട സമയമല്ല, വേഗം. ഓക്കെ സർ, ഓക്കെ. സർ, ജെയ്ഡൻ സർ ഉടനെ വെന്യൂവിലേക്ക് വരാൻ പറയുന്നുണ്ട്. പുറപ്പെടാൻ വരൂ. അനു, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം. സർ, എന്തോ പ്രശ്നമുള്ളത് പോലെ സംസാരിച്ചത്. പ്ലീസ് വരൂ. അവൻ അങ്ങനെ പറഞ്ഞു. കറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ സമയത്ത് തന്നെ ഇടയിൽ കയറി വന്നോളൂ. സർ, അവരെന്ത് ചെയ്താലും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുമല്ലാതെ ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. നടക്ക് പോവാം. എന്തോ അനു? സർ, കൊലുസ് ഒന്നിലൊന്ന് കുടുങ്ങിയിരിക്കുകയാണ്. അയ്യോ, ജെയിന്റെ സാർ വേഗം വരാൻ പറഞ്ഞതല്ലേ, എന്ത് ചെയ്യൂ ഇനി? സർ, നിങ്ങളൊരു കാര്യം ചെയ്യോ, എന്നെ അവിടെ ഒന്ന് ഇരുത്താൻ പറ്റുമോ?
ജയൻ, എന്താ അവന്റെ പ്രശ്നം? ഒരു കാരണവശാലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്നോടാവാം. അതല്ലാതെ ആരെയെങ്കിലും അപകടപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് മാത്രം നടക്കില്ല. ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല. നിങ്ങൾക്ക് സെക്യൂരിറ്റി നിൽക്കാനായിട്ട് ഞങ്ങളുടെ ബോസ് ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തത്. അത് പറയാനാ വന്നത്. ഡോണ്ട് വറി, ഞങ്ങളെ പറഞ്ഞയച്ചത് ആര്യ സാർ തന്നെ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പുറകെ തന്നെ ഉണ്ടാകും.